വിരളി കലക്കും അവർ കിടന്ന് ഇതിലും ബ്രോട്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ. ആ തിയേറ്റർ തന്നെ കണ്ടാലും അതിന്റെ എഡിറ്റിങ്ങിന്റെയും സൗണ്ടിന്റെയും ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാം ചെമ്പനൊക്കെ കലക്കിയിട്ടുണ്ട്. ലെവലാണ്. കാരണം മലയാളത്തിൽ നല്ലൊരു നടനായിട്ട് തുടരാൻ പറ്റും. നല്ലെന്നുണ്ടെങ്കിൽ ഫീൽഡ് ഔട്ട് ആവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. നല്ല പടം. നല്ല ഇൻവെസ്റ്റിഗേഷൻ പറയാം. ഒരു കോമഡി ട്രാക്കിലൂടെ പോയി എന്നാ ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസ് കൊണ്ട് ടൈപ്പ് കാസ്റ്റ് വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. അതായത് നമ്മുടെ ബേസിൽ ജോസഫ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ഇനിയും മലയാളത്തിൽ നല്ലൊരു നടനായിട്ട് തുടരാൻ പറ്റും. നല്ലെന്നുണ്ടെങ്കിൽ ഫീൽഡ് ഔട്ട് ആവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ പടം ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പറഞ്ഞു പോകുന്ന രീതി കൊള്ളാൻ കുഴപ്പമില്ല. പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് പ്രേക്ഷകർ പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ബേസിൽ ജോസഫ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ നിലനിർത്താൻ അദ്ദേഹം കുറച്ചും കൂടെ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്നാണ് മലയാളത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവാൻ ബേസിൽ ജോസഫ് സാധ്യത കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്. എല്ലാ സിനിമയിലും സെയിം പാറ്റേൺ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ചെമ്പ വിനോദ് ലെവലാണ്. കാരണം നല്ലൊരു സിനിമ തന്നെ, എന്റർടൈൻമെന്റ് സിനിമയാണ്. ഡാർക്ക് മൂഡിലാണൊക്കെ തുറഞ്ഞു പോകുന്നത്. ചെമ്പ വിനോദ് സാർ എന്റെ കൂട്ടുകാരാണ്. നമുക്ക് നല്ല അഭിനയിച്ചിട്ടുണ്ട്. അൻവർ റഷീദിന്റെ കംബാക്ക് തന്നെ നല്ലൊരു സിനിമ. അൻവർ റഷീദിന്റെ നിർമ്മാണമാണ് സിനിമ. അൻവർ റഷീദിന്റെ നിർമ്മാണമാണ് പടം. അല്ല, അദ്ദേഹം വല്ലപ്പോഴും സിനിമ ചെയ്യുള്ളൂ. വല്ലപ്പോഴും സിനിമയേ ഉള്ളൂ. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നില്ല. ഇത് മച്ചാമാരെ സൗബിനും അതുപോലെ തന്നെ നമ്മുടെ ബേസിലൊക്കെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്പൻ വിനോദിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു മൂവിയാണ്. കാരണം അദ്ദേഹത്തിന് ശക്തമായ ഒരു കഥാപാത്രമാണിത്. പിന്നെ അതുപോലെ തന്നെ ചാന്ദിനി എന്ന നടി ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മറ്റേ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്ത് ചാന്ദിനി ചെയ്തിരിക്കുന്ന റോള് കിടിലൻ റോള്. ഒന്നും പറയാൻ ഫുൾ മൂവി എന്ന് വെച്ചാൽ അടിപൊളി. ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ലാഗോ ഒന്നും തോന്നിയില്ല. കണ്ണ് മിഴിച്ച് തന്നെ ഇരിക്കും. കിടിലൻ പടം കേട്ടോ. പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് 5 മെയിൻ ആക്ടേഴ്സ്, ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. അവരൊക്കെ ചെയ്യുന്ന പെർഫോമൻസ് പറഞ്ഞു. ഇൻട്രോയിൽ വരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വിരളി കലക്കും അവർ കിടന്ന് കിടിലൻ പടം കേട്ടോ. മസ്റ്റ് വാച്ച് തിയേറ്റർ. ആ തിയേറ്റർ തന്നെ കണ്ടാലും അതിന്റെ എഡിറ്റിങ്ങിന്റെയും സൗണ്ടിന്റെയും ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാം ചെമ്പനൊക്കെ കലക്കിയിട്ടുണ്ട്. സൗബിനെ എല്ലാവരും കിടിലും പടം. നല്ല അടിപൊളി ക്രൈം ത്രില്ലറാണ് പടം. ഒരു കള്ളുഷാപ്പ് ബേസിൻ്റെ ഒരു പടമാണെങ്കിലും നല്ല അടിപൊളി ക്രൈം ത്രില്ലറാണ്. സൂപ്പറായിട്ട് കണ്ടിരിക്കാൻ നമ്മളെ ഫുൾ ടൈം എൻഗേജ്ഡാണ് പടത്തിൽ. ഒട്ടും ലാഗില്ലാതെ പടം എടുത്തിട്ടുണ്ട്. സംവിധായകൻ കൊള്ളാം, അടിപൊളിയാണ്.